ഇന്നത്തെ സ്പെഷ്യൽ ബീഫ്. ചെറിയുള്ളി ചതച്ചത്, മല്ലിച്ചപ്പ്, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി, കരിവേപ്പ്. ഇതെല്ലാം കൂടി ആദ്യം കുറച്ച് ഇടാം. കരിവേപ്പിടാം, ഇഞ്ചി, ചെറിയുള്ളി ഒരു പിടി ഇട്ട്, 2 പച്ചമുളക് നന്നായിട്ടിടാം. പിന്നെ അതിലേക്ക് ഇടണേ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു പട്ടൻ്റെ ഒരു കഷ്ണം, പിന്നെ ഏലക്കായ്, പൂവ്, കുറച്ച് ഉലുവ, ഇങ്ങനെയൊക്കെ പാടിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തു എല്ലാ മസാലയും ഒന്നാക്കി. ഇതൊക്കെ പാടൊന്ന് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാം. ഇതൊക്കെ കുക്കറിലിട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ പോലെ ഒഴിക്കാം. നല്ല മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. എന്താണ് ബീഫിൻ്റെ പാട് നോക്കാം. ഉപ്പ് കുറച്ചിടേണ്ടി വരും ഒക്കെ ഉണ്ട്. കുരുമുളക് ഇടണം, മല്ലിച്ചപ്പൊക്കെ ഇട്ടും വറ്റിച്ചെടുക്കാം. കരിവേപ്പില, ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത്, പിന്നെ ആവശ്യത്തിന് ഗരം മസാല ചേർത്ത്. ഇറച്ചിയിലിട്ടണം, എന്നിട്ട് ടേസ്റ്റ് ഒന്നുകൂടി കൂടാനും. ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടായി, ആദ്യം അതടുപ്പ് പാർന്നു. ഇത് വറ്റിയതിന് ശേഷം ഇറച്ചിടാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട്, കുറച്ചും കൂടി കുരുമുളക് ഇടാം. എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിക്കും. നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഉണ്ട് വറ്റാൻ. ഇതൊന്ന് വറ്റി വരട്ടെ. ബീഫ് റെഡി. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് മൂടിക്കാം. ഇങ്ങനെയാണ് എൻ്റെ ബീഫ് ഫ്രൈ. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഒന്നും കൂടി ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നെരിയണം. ടേസ്റ്റ് കൂടുതൽ. ടേസ്റ്റ്